മുൻകാലങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ചോദ്യങ്ങൾ ഈ അമ്മ എന്ന ഒരു പുസ്തകം എഴുതിയത് ആരാണ് ചോദ്യം. ഈ ചോദ്യങ്ങൾ വളരെ ബേസായിട്ടുള്ള ചോദ്യങ്ങൾ, ബേസിക്കായിട്ട് ചോദിക്കും. ഒരു ഇൻഫർമേഷനിൽ ആണ് അതിലൂടെ ഒരു കുട്ടിക്ക് കിട്ടുന്നത്. ഇങ്ങനെയുള്ളൊരു ചോദ്യം ഇനി കുട്ടികളോട് ചോദിച്ചിട്ട് എന്താണ് കാര്യം? കുട്ടികൾക്ക് ഇത് എല്ലാ സ്ഥലത്തു നിന്നും കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. ഞാനൊരു ഉദാഹരണം സൂചിപ്പിച്ചാൽ, നമ്മൾ ജോഗ്രഫിയിലൊക്കെ ഒരു നദികളെക്കുറിച്ച് ഒരുപാട് പഠിക്കുന്നുണ്ട്. അതിൽ പെനിൻസുലാർ റിവറിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഗോദാവരി എന്നുള്ളൊരു നദി. ഗോദാവരിയെക്കുറിച്ച് പ്രധാനപ്പെട്ട ഒരു പെനിൻസുലാർ നദി അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ ഒരു പെനിൻസുലാർ നദിയുടെ പേരെഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ളൊരു ചോദ്യത്തിലേക്ക് വരാം. പക്ഷെ അങ്ങനെയുള്ളൊരു ചോദ്യമല്ല നമ്മൾ ചോദിക്കുക. അല്ലെങ്കിൽ ആ ചോദ്യം തന്നെ നമ്മൾ അതിൻ്റെ സവിശേഷതകൾ മുകളിൽ കൊടുക്കും. അതിൻ്റെ ഈ നദിയുടെ നീളം 1445 കിലോമീറ്ററാണ്. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇത് ഇന്ന സവിശേഷതയിൽ അറിയപ്പെടുന്നു. ഇത് നാസിക് ഡിസ്ട്രിക്റ്റിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഒഴുകുന്ന നദിയാണ്. ഇങ്ങനെ 4-5 സവിശേഷതകൾ കൊടുത്ത് ഈ നദി ഏതാണെന്ന് ചോദിക്കും. യഥാർത്ഥത്തിൽ ഈ നദിയെക്കുറിച്ച് എല്ലാ ധാരണകളും ഉള്ള ഒരു കുട്ടിക്ക് മാത്രമേ ആ ചോദ്യത്തെ ആൻസർ ചെയ്യാൻ പറ്റൂ. നേരത്തെ ചോദിച്ചത് വളരെ ഇൻഫർമേഷൻ, അതൊരു മെമ്മറി നിന്നെടുത്ത് ഓർമ്മയിൽ നിന്നെടുത്ത് അപ്പം തന്നെ ഉത്തരം എഴുതാം. അപ്പോൾ ഈ സവിശേഷതകളൊക്കെ വായിക്കുന്നു. ഈ കുട്ടിക്ക് എനിക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും വീട്ടിൽ പോയാൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ സവിശേഷതകളൊക്കെ ഈ നദിയെക്കുറിച്ചാണല്ലോ എന്നുള്ള ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി കുട്ടിക്ക് കിട്ടുകയാണ്.